ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് ഒന്ന് പോകുന്നു. ഇവിടെ കെ ആർ ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. തൃശ്ശൂർ ഏറ്റവും വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ കുട്ടിക്കലാശന്റെ ഒരു കൊടിയേറ്റം എങ്ങനെയാണ് അല്ലേ? അതെ അതെ ഗോപി, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, വിവരങ്ങൾ എന്തൊക്കെയാണ്, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആളിനി വരാനുണ്ട്. ആകാശ ദൃശ്യങ്ങളാണ്, മേഘപാടുകൾക്കിടയിലൂടെ ക്യാമറ ധരിക്കുന്നുണ്ട് വിജയകുമാർ. അതെ 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 ഗോപി തുടരാം. കൊട്ടിക്കലാശത്തിന്റെ കൊടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ. ഇത്തവണ 3 ഇടങ്ങളിലാണ് കൊട്ടിക്കലാശമുള്ളത്. 3 മുന്നണികൾക്ക് 3 പോയിന്റുകൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ 3 പോയിന്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അല്പം മുൻപ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ കൊട്ടിക്കലാശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി വാഹനങ്ങളിൽ അഭിവാദ്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ഇപ്പോൾ അല്പം മുമ്പ് കടന്നുപോയി. ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ വാഹന പ്രചാരണ ജാഥയായി ഇതാ റോഡ് ഷോയായി സുനിൽകുമാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. 3 ഇടങ്ങളിൽ തിരിച്ചുകൊണ്ടാണ് ഇവിടെ കലാശപ്പോരിന് ഒരുങ്ങിയിരിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രസേന രംഗത്തുണ്ട്. സ്വാഭാവികമായും പൂരം വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലാണ് കലാശപ്പോര് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് 3 പോയിന്റുകൾ 3 മുന്നണികൾക്ക് തിരിച്ചുകൊണ്ട് കലാശപ്പോരിന് വേദിയൊരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ റോഡ് ഷോ ആയി ഈ കലാശപ്പോരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തൃശ്ശൂർ നഗരത്തിലുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഹെലികാം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആഷ്മി അതിനിടയിൽ എന്തോ പറയാൻ വന്നതെന്ന് അവിടെ പൂരം നിയന്ത്രിച്ച പോലീസുകാർ തന്നെയാണോ ഈ കലാശക്കൂട് നിയന്ത്രിക്കുന്ന ഒരു ഡൗട്ട് കാര്യം. അധികം ആളെ ഒന്നും കാണാനില്ല. അധികം പരമാവധി ആളുകളെ ഓടിക്കുക എന്നുള്ളതായിരുന്നു. പോലീസിനെ വിമർശിച്ചതാണ്. അതുകൊണ്ട് ഈ പൂരത്തിന് ആളെ ഒഴിവാക്കാൻ